വനം വകുപ്പിൻ്റെ ഇടപെടലിൽ കുടുങ്ങി നികുതി അടയ്ക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയനാട് ഇരിളം അങ്ങാടിശ്ശേരിയിലെ നിരവധി കുടുംബങ്ങൾ. സർക്കാർ പട്ടയം നൽകിയ ഭൂമി സ്വകാര്യ വനമെന്നാണ് വനം വകുപ്പ് വാദിക്കുന്നത്. ഇടവിട്ടുള്ള വീടുകൾക്കും സ്ഥലത്തിനുമാണ് നികുതി അടയ്ക്കാൻ കഴിയാതെ പോകുന്നത്. വനം വകുപ്പിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർഷക സംഘം. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. അങ്ങാടിശ്ശേരി സ്വദേശികളായ 34 കുടുംബങ്ങൾക്കാണ് 1982 പട്ടയം നൽകിയത്. എന്നാൽ 2005 ഭൂമി സ്വകാര്യ വനമെന്ന നിലപാടുമായി വനം വകുപ്പ് രംഗത്ത് വന്നു. നിയമ നടപടിയെ തുടർന്ന് 9 കുടുംബങ്ങളൊഴികെ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം നികുതി സ്വീകരിച്ചു തുടങ്ങി. നിലവിൽ ഇടവിട്ട് വീടും സ്ഥലവുമുള്ള 9 കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോഴും നികുതി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന് പിന്നിൽ വനംവകുപ്പിന്റെ ഇടപെടലാണെന്നാണ് പരാതി. ഞങ്ങൾക്ക് അർഹതപ്പെട്ട അനധികൃതമായിട്ട് പട്ടയം സമ്പാദിച്ചു എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ 10 പേരുടെ പേരിൽ കേസ് വന്നു. കേസിന് ഹാജരാകാത്ത ആൾ വരുമ്പോൾ തേർഡ് പാർട്ടി വിധിയായിട്ട് ഞങ്ങൾക്ക് ഇത് അനുവദിച്ചുകൂടെ, ഈ പുനഃപരിശോധന പൂർത്തിയാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളാണോ നമ്മളെ പണി പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അവർ അത് ക്ലോസ് ചെയ്തു. നടന്നും എടുത്തു. രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി ഞങ്ങളുടെ സങ്കടം പറയാത്ത രാഷ്ട്രീയക്കാരില്ല. പക്ഷേ അവരൊന്നും നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഭൂവുടമകളുടെ പരാതിയിൽ വനംവകുപ്പ് സർവേ തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വനത്തിന്റെ സ്വഭാവമുള്ള ഭൂമിയല്ല ഇതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാകും. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് 3-4 വീട്ടുകാർക്ക് നീതിയുണ്ട്, 5ാമത്തെ ഒരു വീട്ടുകാരൻ നീതിയില്ല. അവിടുന്ന് 6ാമത് 7ാമത് വീട്ടുകാരൻ നീതിയുണ്ട്, 8ാമത്തെ വീട്ടുകാരൻ നീതിയില്ല. ഇതെന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഭൂമി നികുതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ എല്ലാവർക്കും തുല്യല്ലേ. ഒരു ലോൺ എടുക്കാൻ പറ്റുന്നില്ല, നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല, ഒരു മരം വെട്ടാൻ പറ്റുന്നില്ല. ഈ ഭൂമിയിൽ പെര വെക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെര പോലും ഞങ്ങൾക്ക് പണിയാൻ പറ്റുന്നില്ല. തൊഴിലുറപ്പ് എടുക്കണമെങ്കിൽ വില്ലേജിൽ ചെന്നിട്ട് ഞങ്ങൾ സമ്മതപത്രം മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ആ തൊഴിലുറപ്പിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വനംവകുപ്പിന് സംഭവിച്ച പിഴവാണ് ഈ കുടുംബങ്ങളെ ബാധിച്ചിട്ടുള്ളതെന്ന് കർഷക സംഘം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. വനംവകുപ്പിനെ കൂടി കേട്ട ശേഷം നികുതി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് കർഷക സംഘത്തിന്റെ ആവശ്യം. സ്വാഭാവികമായിട്ടും ഫോറസ്റ്റുകാർ ഈ കൃഷിക്കാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാത്ത പക്ഷം ഞങ്ങൾ ഈ കൃഷിക്കാരെ സംഘടിപ്പിച്ച് സൗത്ത് വയനാട് DFOയുടെ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരം തുടങ്ങേണ്ടതായിട്ട് വരും എന്നാണ് ഭവ്യതയോടുകൂടി ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് സൂചിപ്പിക്കാനുള്ളത്. കർഷക സംഘം പ്രതിനിധികൾക്കൊപ്പം വനം മന്ത്രിയെ നേരിൽ കണ്ട് വിഷയം ബോധ്യപ്പെടുത്താനാണ് നിലവിൽ ഭൂവുടമകളുടെ തീരുമാനം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.